ഗൈസ് ബിഗ് ബില്യൺ ഡേയ്സിന് 70,000 രൂപ മുടക്കി ഐഫോൺ 16 പ്രോ മേടിക്കാത്തത് എന്തുകൊണ്ട് നന്നായി. കാരണം ബേസ് മോഡൽ ഐഫോൺ 17 16 പ്രോ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ 16 പ്രോ നാണം കെടും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് 12 മണിക്ക് കുത്തിയിരുന്ന 16 പ്രോ ഓർഡർ ആക്കിയത് ഫ്ലിപ്കാർട്ട് തന്നെ ക്യാൻസൽ ആക്കിയിട്ട് വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വിഷമം അങ്ങ് മാറി കിട്ടും. ബേസ് മോഡൽ 16 പ്രോ വരുന്നത് 128 GB-യിലാണ്. ബേസ് മോഡൽ ഐഫോൺ 17 വരുന്നത് 256 GB-യിൽ. വീടിനുള്ളിൽ രണ്ട് ഫോണും ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതാ 16 പ്രോ ഏതാ 17 എന്ന് മനസ്സിലാവില്ല. പക്ഷേ ഈ രണ്ട് ഫോണും കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇത്തവണ 16 പ്രോയും 17 പ്രോയും രണ്ടും 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ആപ്പിൾ അവരുടെ 120 ഹെർട്സ് ഡിസ്പ്ലേനെ പ്രോ മോഷൻ ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത്. കാരണം അവർ പ്രോ ഫോണുകളിൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് പേരിട്ടത്. പക്ഷെ പ്രതീക്ഷിച്ചിരുന്ന ആപ്പിൾ ഇന്റലിജൻസോ കുളവായി. അപ്പൊ പിന്നെ 2025-ലെങ്കിലും ബേസ് മോഡൽ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ വാരി എറിയും. ഇനി കോമൺ എന്താ വെച്ചാൽ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. എന്നാൽ 17 പ്രോയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് സെറാമിക് ഷീൽഡ് 2 ആണ്. സോ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്. നല്ലപോലെ പുറത്തിറങ്ങുന്ന സമയത്ത് 16 പ്രോയും 17-ഉം അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എന്ന് മാത്രമല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ 16 പ്രോയ്ക്ക് 2000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. എന്നാൽ 17-നോ 3000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. സോ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ഉണ്ട്, ബ്രൈറ്റ്നസും കൂടുതലായതുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ ഏറ്റവും നല്ല വിസിബിലിറ്റി വരുന്നത് ബേസ് മോഡൽ 17-നാണ്. 1000 നിറ്റ്സിൽ ഇതൊക്കെ വലിയ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം ഞാൻ ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്ത് രണ്ട് ഫോണും ഈക്വലി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10 മിനിറ്റ് ക്യാമറ ഉപയോഗിച്ചപ്പോഴേക്ക് 16 പ്രോയുടെ ഡിസ്പ്ലേ ഡിം. എനിക്ക് എന്നിട്ട് ഒന്നും വ്യൂ ഫൈൻഡറിൽ കാണുന്നില്ല. രണ്ടും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ 17-ൽ കൃത്യമായിട്ടെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 16 പ്രോയിൽ ഞാനിങ്ങനെ തപ്പുക ഇത് എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ആ 3000 നിറ്റ്സിന്റെ ഡിസ്പ്ലേ ഔട്ട്ഡോർ കണ്ടീഷൻസിൽ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസിഡറിങ് ദിസ് ഇസ് എ പ്രോ ഫോൺ. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോഗ്രാഫിക്ക് യൂസ് ചെയ്യാൻ പോകുന്ന ഫോൺ. ഈ രണ്ട് ഐഫോൺ ഉണ്ടെങ്കിൽ ഇതാ പ്രശ്നം. നമ്മൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവന്മാർക്ക് എന്തോ ഇളകും. 16 പ്രോയും 17-നും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ആൻറ്റണ ലൈൻസ്, കട്ടൗട്ട്സ്, ബട്ടൺസിൻ്റെ പ്ലേസ്മെൻറ്റ്, സ്പീക്കേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം എക്സാക്ട്ലി സെയിം ടു സെയിം ആയിട്ട് തോന്നും. പക്ഷേ 16 പ്രോയ്ക്കാണ് വെയിറ്റ് കൂടുതൽ, തിക്നെസ് കൂടുതൽ ബേസ് മോഡൽ 17-നേക്കാളും. എന്നാൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കൂടുതലുള്ളത് ബേസ് മോഡൽ 17-നാണ് 16 പ്രോയിനേക്കാളും. പക്ഷേ 16 പ്രോയിൽ നിങ്ങൾക്ക് ടൈറ്റാനിയം ഫ്രെയിമാണ് വരുന്നത്, 17-ൽ നിങ്ങൾക്ക് അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടു തുടങ്ങിയത് ഡ്യൂറബിലിറ്റിയുടെ ഇഷ്യൂസ് വരുന്നുണ്ട്, പെട്ടെന്ന് സ്ക്രാച്ചസ് ഒക്കെ ആവുന്നുണ്ട് എന്ന്. ആ ഒരു കാര്യത്തിൽ 16 പ്രോയിൽ ഇപ്പോൾ ഒരു വർഷമായിട്ട് പോലും യാതൊരു സ്ക്രാച്ചും ഡെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഡ്യൂറബിലിറ്റി വൈസ് ടൈറ്റാനിയം വാസ് ബെറ്റർ, ബട്ട് അഗെയിൻ ഹീറ്റ് കണ്ടക്ടിവിറ്റി വൈസ് അലുമിനിയം ഈസ് ബെറ്റർ. എന്നാൽ രണ്ട് ഫോണുകളും IP68 റേറ്റഡ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഇനി ബാറ്ററി ലൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ 16 പ്രോയ്ക്ക് എനിക്ക് അസാധ്യമായ ബാറ്ററി കിട്ടുന്നുണ്ടായി അൺടിൽ കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി ഞാൻ iOS 26-ന്റെ അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ. iOS 26-ന്റെ അപ്ഡേറ്റ് ചെയ്തേ പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു 3D വാൾപേപ്പർ വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു ബാറ്ററി ലൈഫ് പരിതാപകരമാണ്. എനിക്ക് സാധാരണ ഞാൻ രാവിലെ ചാർജ് ചെയ്താൽ രാത്രി ആകുമ്പോഴേക്കും 30% ഉണ്ടാവും. ഇപ്പോൾ രാവിലെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും 30% ആവുന്നു. പ്ലസ് 3500 mAh എന്തോ ബാറ്ററി ഉള്ളൂ. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ 17-ൽ 3600 mAh കുറച്ചുകൂടെ വലിയ ബാറ്ററി ഉണ്ട്. ആൻഡ് ഇതിനകത്തുള്ള ചിപ്പ് ആപ്പിളിൻ്റെ A19 ചിപ്പാണ്. 16 പ്രോയിനകത്ത് ആപ്പിളിൻ്റെ A18 പ്രോ ചിപ്സെറ്റ്. ഇവിടെയും ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും. ബ്രോ A18 പ്രോ അല്ലേ A19-നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ? നോ, രണ്ടും 3 നാനോമീറ്റർ ചിപ്സെറ്റാണ് TSMC ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ബെഞ്ച് മാർക്ക് സ്കോറുകൾ നോക്കിക്കഴിഞ്ഞാൽ 16 പ്രോയിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്കോർസ് ഡെഫിനറ്റ്ലി വരുന്നത് 17 ബേസ് മോഡൽ, വിച്ച് മീൻസ് A19 ചിപ്പ് ഈസ് മോർ എഫിഷ്യൻറ്റ്, മോർ ബെറ്റർ, മോർ പവർഫുൾ ദാൻ ദ A18 പ്രോ ഓൺ 16 പ്രോ. പക്ഷേ മെയിൻ ഇഷ്യൂ അപ്പാർട്ട് ഫ്രം ഷോ ഓഫ് ഈ പുറകിലുള്ള ക്യാമറ സിസ്റ്റം ആണ്. പിന്നെ പ്രൈമറി ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും സെയിം ആണ്, 48 മെഗാ പിക്സലിന്റെ. പക്ഷെ രണ്ടിലും എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് എന്നറിയില്ല 16 പ്രോയിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫോട്ടോസ് തോന്നിയിരിക്കുന്നത് 17-ലാണ്. അതിപ്പോൾ പ്രൈമറി ക്യാമറ മാത്രമല്ല അൾട്രാ വൈഡ് ക്യാമറയിലെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ പോലും ബെറ്റർ ആയിട്ടുണ്ട്. 16 പ്രോയിൽ ആകെ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു 5x ടെലിഫോട്ടോ ക്യാമറയും പിന്നെ ഒരു ലൈഡാർ സെൻസറും. ഇതിനകത്ത് ആ ഒരു 5x ടെലിഫോട്ടോ ക്യാമറ ഇല്ല. നോർമലി നമ്മൾ പോർട്രേറ്റ് എടുക്കുമ്പോൾ ഉള്ള 1x-ഉം 2x-ഉം അത് പ്രൈമറി ക്യാമറ തന്നെയാണ് ഈ രണ്ട് ഫോണിലും എടുക്കുന്നത്. എന്തിന് 3x-ഉം പ്രൈമറി ക്യാമറ തന്നെയാണ് എടുക്കുന്നത്. 5x-ലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഡിജിറ്റലി ആണ് സൂം ആവുന്നത്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 5x ക്യാമറയുണ്ട്. പക്ഷേ നിങ്ങൾ അത്രത്തോളം ദൂരെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ മാത്രം അപ്പോൾ 5x ക്യാമറയിൽ ഡെഫിനറ്റ്ലി ആ ഒരു വ്യത്യാസമുണ്ട്. ഈവൻ നൈറ്റ് ടൈമിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു ലൈഡാർ സെൻസർ ഉള്ളതുകൊണ്ട് രാത്രിയുള്ള ഡെപ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇതിൽ 16 പ്രോയിൽ. പക്ഷേ ഈ ഒരു പുറകിലെ എക്സ്ട്രാ ക്യാമറയ്ക്ക് ലൈഡാർ സെൻസറിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ ഒരു ബേസ് മോഡൽ 17 ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം മുന്നിലേക്ക് വരുമ്പോൾ കഥ മാറും. കാലാകാലങ്ങളായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ iPhone 8-ൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് iPhone 8-ൽ 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയായിരുന്നു. 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് 8ആണെന്ന് തോന്നുന്നു, 12 അല്ലേ. ഹേ സിരി, how many megapixel camera did iPhone 8 have in front? Here's what I found.
ഞാൻ തന്നെ തപ്പിയെടുക്കട്ടെ. സോറി ഗൈസ്, ഫ്രണ്ട് ക്യാമറ 7 മെഗാ പിക്സലിലായിരുന്നു ഐഫോൺ 8. ആ 7 മെഗാ പിക്സലിൽ നിന്നും പിന്നീട് 12 മെഗാ പിക്സലായി. ഞാൻ ഐഫോൺ 12 എടുത്ത സമയത്ത് ഫ്രണ്ടിൽ 12 മെഗാ പിക്സലായിരുന്നു. പിന്നീട് ഫ്രണ്ട് ക്യാമറ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയൊക്കെയാണ് ക്യാമറയിലേക്ക് മാറിയത്. എങ്കിലും ഐഫോൺ 16 Pro ഇറങ്ങിയിട്ട് പോലും ഇപ്പോഴും ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ്, വിച്ച് ഇസ് നല്ലൊരു പോരായ്മയാണത്. ഫൈനലി ഐഫോൺ 17 നിങ്ങൾക്ക് ഫ്രണ്ടിൽ 18 മെഗാ പിക്സലിൻ്റെ ഒരു സെൻട്രൽ സ്റ്റേജ് ക്യാമറ വന്നിട്ടുണ്ട്, വിച്ച് ഈസ് എ സ്ക്വയർ ക്യാമറ. ഇത് ഇത്രത്തോളം യൂസ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രാക്ടിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്തുണ്ടല്ലോ, രണ്ടിൻ്റെ സെൽഫി നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെ സെൽഫി ക്വാളിറ്റി ഡെഫിനറ്റ്ലി വ്യത്യാസമുണ്ട്. ഇത് 12 മെഗാ പിക്സലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇത് 18 മെഗാ പിക്സലാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ക്ലാരിറ്റിയിൽ വ്യത്യാസമുണ്ട്, ഡൈനാമിക് റേഞ്ചിൽ വ്യത്യാസമുണ്ട്, കൂടുതൽ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ വെർട്ടിക്കൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് എൻ അമേസിംഗ് തിങ്, എസ്പെഷ്യലി ഇഫ് യു ആർ എ വ്ളോഗർ. ഒരു വ്ളോഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്ത് രസമാണെന്ന് അറിയോ, എന്ത് കൺവീനിയൻ്റ്. നമ്മുടെ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും കമ്പയർ ടു ഇങ്ങനെ പിടിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈവൻ കുറച്ചുകൂടി വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ ആണ് വരുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ക്രോപ്പ് ചെയ്തും വൈഡറായിട്ടും എടുക്കാൻ പറ്റും. സെൽഫി ഫോട്ടോസും നല്ല ഷാർപ്പാണ്. സെൽഫി ഫോട്ടോയും നമ്മൾക്ക് ഇതേപോലെ ഷിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും സെൽഫിയിൽ പോർട്രേറ്റ് മോഡ് എന്തുകൊണ്ടെന്നറിയില്ല, അത് ഈ ഒരു ഫോർമാറ്റിൽ വർക്ക് ചെയ്യില്ല. പോർട്രേറ്റ് മോഡ് എപ്പോഴും വെർട്ടിക്കൽ രീതിയിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഹൊറിസോണ്ടൽ രീതി വെച്ച് പോർട്രേറ്റ് ഫ്രണ്ടിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റില്ല. ആൻഡ് ഓൾസോ ഇത് എനിക്ക് പറയാൻ തന്നെ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നു. ഐഫോൺ 17 സീരീസ് തൊട്ട് നിങ്ങൾക്ക് ഡ്യുവൽ ക്യാപ്ചർ വരുന്നുണ്ട്. ബാക്കിലെയും ഫ്രണ്ടിലെയും ക്യാമറ ഒരേ സമയം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഫാൻസ് ഇപ്പോൾ ചിരിക്കും, ബട്ട് അത് ഒരു ഐഫോൺ 17 എക്സ്ക്ലൂസീവ് ഫീച്ചറായിട്ട് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്താൽ 16 പ്രോയ്ക്കൊക്കെ കിട്ടാവുന്നതാണ്. ഇനി രണ്ട് ഫോണിലും നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേബിൾ ആണ്, രണ്ടിൻ്റെയും വീഡിയോ ഫൂട്ടേജസ് കാണിച്ചു തരാം. 16 പ്രോയിൽ നിങ്ങൾക്ക് 4K 120 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 120 FPSൻ്റെ ഫീച്ചറാണ് 17 ഇല്ലാത്തത്. ബട്ട് I don't know how many people practically shoot it. എന്തായാലും രണ്ടിലും ഇപ്പോഴും 8Kയുടെ ഫീച്ചർ വന്നിട്ടില്ല. ആൻഡ് ഓൾസോ വേറൊരു കാര്യം ഞാൻ പറയാം, പല ആൾക്കാരും ഈ ഐഫോൺ പുതിയത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഐഫോൺ തന്നെ വേണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് മാറ്റാം. കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട ബി റോൾസ് എനിക്ക് തോന്നുന്നു ഒരൊറ്റ ഷോട്ട്, ആ ഒരു സെൻട്രൽ സ്റ്റേജ് ക്യാമറയുടെ ഒറ്റ ഷോട്ട് ഒഴികെ ബാക്കി എല്ലാ ഷോട്ടും എടുത്തിരിക്കുന്നത് ഈ ഒരു ഗൂഗിൾ പിക്സൽ 10 പ്രോയിലാണ്. അതുകൊണ്ട് ഒരു ഐഫോൺ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ. എങ്കിലും 16 പ്രോനെ കമ്പയർ ചെയ്യുമ്പോൾ 17 കുറച്ചുകൂടി ഫാസ്റ്റർ ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 22 വാട്ട്സിലായിരുന്നു ചാർജ് ആയിക്കൊണ്ടിരുന്നത് വയർലെസ്ലി. ഇത് 25 വാട്ടിൽ വയർലെസ്ലി ചാർജ് ആവും. നിങ്ങൾക്ക് 30 വാട്ടിന് മോഡുള്ള അഡാപ്റ്റർ ഉണ്ടെങ്കിൽ. എന്നാലും ബാക്കി നോക്കുമ്പോൾ 16 പ്രോയിൻ്റെ ആ ഒരു സെയിം ലോഗോ പ്ലേസ്മെന്റ് തന്നെയാണ് 17 വന്നിരിക്കുന്നത്. സോ ആസ് ലോങ് ആസ് നിങ്ങൾക്ക് ഷോ ഓഫ് ആണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ 16 Pro. പക്ഷേ പ്രാക്ടിക്കൽ യൂസ് അല്ലെങ്കിൽ കൊടുക്കുന്ന പൈസ ഇതിന് 80,000 രൂപയാണ്. ഇതെന്തായാലും ഓഫർ പ്രൈസ് ആണ്. കാർഡ് ഓഫറൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് 70,000 രൂപ കിട്ടുന്നത്. ഇല്ലെങ്കിൽ 75-78 രൂപയ്ക്കൊക്കെയാണ് 16 Pro ബേസ് വേരിയൻറ്റ് 128 മേടിക്കുന്നത്. ആ പൈസ കൊടുക്കുവാണെങ്കിൽ 2,000-3,000 കൂട്ടിയിട്ടിട്ട് നിങ്ങൾക്കൊരു 17 മേടിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിലുള്ള ഫീച്ചേഴ്സ് എല്ലാം കിട്ടുകയും ചെയ്യും. എന്നാൽ കുറച്ചുകൂടെ വാല്യൂ ഫോർ മണിയാണ്. നെക്സ്റ്റ് കുറച്ച് വർഷങ്ങളിലേക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ് ഐഫോൺ 17. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇടാം കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.